പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വീഴ്ച കാണുവാൻ കാലിന് വല വിരിച്ച് ശത്രുവായ പിശാച് നോക്കിയിരിക്കുകയാണ്. നിങ്ങളെ പരാജയപ്പെടുത്തി കാണുവാനും നിങ്ങൾ തകർന്നു വീഴുന്നത് കാണുവാനും പിശാച് നോക്കിയിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് തരുന്ന ദൂത് നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങളുടെ കാൽ വഴുതാൻ ദൈവം സമ്മതിക്കുകയില്ല. ഈ ദൂത് നിങ്ങൾ വിശ്വസിക്കണം. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളെ വലവിരിച്ച് വീഴിക്കാൻ നോക്കിയ ശത്രുവിന്റെ തന്ത്രങ്ങളിൽ ദൈവം നിങ്ങളെ വിടുവിക്കും. നിങ്ങൾ ഈ വചനം സ്വീകരിക്കുമ്പോൾ. ഹല്ലേലൂയ. ഈ വേർഡിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലും നിങ്ങളുടെ ശരീരത്തിന് മേലും നിങ്ങളുടെ കാലുകളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന് മേലും നിങ്ങളുടെ മക്കളുടെ മേലും വെളിപ്പെടും. നിങ്ങളുടെ തലമുറകളെ വീഴിക്കാൻ നോക്കുന്ന ശത്രു ശക്തികൾ അഴിഞ്ഞു മാറും, വിട്ടുമാറും, കുടുംബങ്ങൾ വിട്ടുമാറിപ്പോകും. ഹല്ലേലൂയ. പല കുടുംബങ്ങളും കുടുങ്ങിക്കിടക്കുക, പല മക്കളും കുടുങ്ങിക്കിടക്കുക. ഈ ദൈവത്തിന്റെ ശബ്ദം ഏറ്റെടുക്കാൻ താല്പര്യമില്ലാതെ വന്നപ്പോൾ, ദൈവത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചപ്പോൾ പിശാചിന്റെ കെണികൾക്കകത്ത് കുടുങ്ങിപ്പോയി. ഹല്ലേലൂയ. അവിടെ പരാജയങ്ങൾ തുടങ്ങി. പരിശുദ്ധാത്മാവ് ഇന്ന് വരികയാണ്. നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കില്ല. 121 സങ്കീർത്തനം 3 വാക്യം. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, നിന്റെ കാൽ വഴുതാൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. ആമേൻ. പല വിധത്തിലുള്ള ബലഹീനതകൾ ഉണ്ടാക്കി കാലുകളുടെ ശക്തിയെ കുറച്ച് താഴെ വീഴിക്കാനായിട്ട് പിശാച് നോക്കും. ഇത് ഒരു ഭൗതികമായ അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ടുള്ള കാര്യമാണ് ഇപ്പം പറയുന്നത്. പക്ഷേ ആത്മീയമായ സെൻസിലേക്ക് നമ്മൾ വരുമ്പോൾ, നിങ്ങൾക്ക് പ്രതിസന്ധികൾ നടുവിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ ഒന്നുകിൽ പുറകോട്ട് പോവുക, അല്ലെങ്കിൽ ശ്രമം ഉപേക്ഷിക്കുക, ഇല്ലെങ്കിൽ ഈ വാഗ്ദത്വമൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ പോയാൽ മതി, വിശ്വാസം നഷ്ടപ്പെടുക, ഒരടി പോലും കർത്താവ് പറഞ്ഞതനുസരിച്ച് പോകാനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുക, ഇതെല്ലാം പിശാച് മടുപ്പിച്ച് നിങ്ങളെ ബലഹീനപ്പെടുത്തും. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വാക്കുകളെ, വചനങ്ങളെ ഉറച്ചു വിശ്വസിക്കുമ്പോൾ പർവ്വതങ്ങളെ ചവിട്ടി കയറാനുള്ള പുതിയ ബലം നിങ്ങളുടെ കാലുകൾക്ക് ദൈവം തരും. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകത്തില് 15-ാമത്തെ അധ്യായത്തിൽ ഈ കിര്യത്തർബ പിടിച്ചെടുക്കാനായിട്ട് കാലേബ് കടന്നു പോകുന്ന ഒരു സംഭവമുണ്ട്. കാലേബ് 85 വയസ്സുകാരനായ മനുഷ്യൻ പറയാണ്, അനാക്യ മല്ലന്മാര് താമസിക്കുന്ന ഹെബ്രോൻ കുന്നുകൾ കിര്യത്തർബ എനിക്ക് തരിക. അവിടെ അനാക്യരുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അവരെ ഞാൻ കീഴടക്കും. 85 വയസ്സായപ്പോൾ എനിക്ക് പണ്ടത്തെ പോലെയുള്ള സമയത്തെ ആരോഗ്യമുണ്ട്. അവൻ വിശ്വാസത്താൽ ഇത് പ്രഖ്യാപിച്ചപ്പോൾ ദൈവം തന്നെ യോശുവ സ്ഥലം കൊടുത്തു. ദൈവം അവന്റെ കാലുകൾക്കൊരു ബലം കൊടുത്തു. അവൻ ആ ദേശം കീഴടക്കി, അനാക്യരെ കീഴടക്കി. അവന്റെ തലമുറയ്ക്ക്, കാലേബിന്റെ തലമുറയ്ക്ക് അത് വിഭാഗിച്ചു കൊടുക്കുവാനിടയായി. നിങ്ങൾ എന്ത് വിശ്വാസത്താൽ പറയുന്നു, അപ്പോൾ നിങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. ആമേൻ. വിശ്വാസത്താൽ നിങ്ങൾ സംസാരിച്ചാൽ, വിശ്വാസത്താൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ ദൈവം അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന ബലം നൽകി തരും. ഹല്ലേലൂയ. നിങ്ങൾ വീഴുവാൻ, പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കുകയില്ല. പുതിയ ബലം നിങ്ങൾക്ക് നൽകി തരും. അപ്പൊ ഭയപ്പെട്ടോ ഭീതിപ്പെട്ടോ കറേജ് നഷ്ടമായി, ധൈര്യം നഷ്ടമായിട്ട് പിൻവാങ്ങാനല്ല ദൈവം വിളിച്ചിട്ടുള്ളത്. 40 ദിവസമാണ് ഇസ്രായേൽ ജനത്തെ ഫെലിസ്തനായ ഗോലിയാത്ത്, മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. 40 ദിവസം, 1 മാസം 10 ദിവസം. ആർക്കും മുന്നോട്ട് ചെല്ലാൻ ധൈര്യമില്ലായിരുന്നു. ഇങ്ങനെ 2 ഭാഗത്തു നിന്നുള്ള വെല്ലുവിളി നടത്തുകയാണ്. 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് ദാവീദ് അവിടെ വരുന്നത്. ആ ഒറ്റ മനുഷ്യൻ, നിങ്ങൾ ആരും കൂടെ വരണ്ടെന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യൻ മുന്നോട്ട് പോകാൻ കാര്യം എന്നറിയാമോ? സൈന്യങ്ങളുടെ യഹോവ അവനോട് കൂടെ ഉണ്ടെന്നുള്ള നല്ല ഉറപ്പ്. ഓ, എന്തൊരു ധൈര്യമാണ്! ഹല്ലേലൂയ. അപ്പം വല്ല പളച്ചട്ടയും വാളും പരിചയം എല്ലാം ഉള്ളപ്പോഴും ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുകയില്ല. എന്നാൽ ഇതൊന്നും നമുക്ക് അനുകൂലമായിട്ടില്ലെങ്കിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഒരു ഫെലിസ്ത്യ ശക്തിയും ഒരു ഗോലിയാത്തിനെയും പേടിക്കേണ്ടി വരികയില്ല. നിങ്ങൾക്ക് വിരോധമായി പിശാച് ഉയർത്തിക്കെട്ടുന്ന സകല കോട്ടകളെ ദൈവം ഇടിക്കും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വാഗ്ദത്തങ്ങളെ പിടിച്ചടക്കുവാനുള്ള കറേജ്, ധൈര്യം ദൈവം തരും. യോശുവയോട് പറഞ്ഞ പ്രധാന കാര്യം അതല്ലേ? നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. കാരണം നീയാണ് ഈ വാഗ്ദത്തം പിടിച്ചടക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഉറപ്പും ധൈര്യവും. ആമേൻ. നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. കാരണം എന്താ ഉറപ്പെന്ന് അറിയാമോ? ദൈവം എൻ്റെ കൂടെ ഉള്ള ഉറപ്പ്. ഇത്ര മതി. വേറെ ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അവര് കാണും, ഇവര് കാണും, കമ്മിറ്റിക്കാർ കാണുമെന്ന് പറയാൻ പറ്റിയല്ല. മാതാപിതാക്കൾ കാണും, സഹോദരന്മാർ കാണും, ആലോചനക്കാർ കാണും, ഇതൊന്നുമില്ല. ദൈവം എൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഇത് ഉറച്ചോണം. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിനക്ക് നേരെ നിൽക്കുകയില്ല. മോശയോട് കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല.
ഈ വചനങ്ങൾ പറഞ്ഞിട്ട് പറയാം, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. അപ്പൊ ആ വചനത്തിൽ ഉറച്ചപ്പോൾ ആ ദേശങ്ങളെ മുഴുവൻ അവൻ കീഴടക്കുവാനുള്ള ദൈവിക കരുത്ത് ദൈവം അവന്റെ കൈകളുടെ മേലും കാലുകളുടെ മേലും ശരീരത്തിന് മേലും മനസ്സിന് മേലും കൊടുത്തു. ഹല്ലേലൂയ! അത്ര ഒരു ധൈര്യം. ഇന്ന് വിശ്വസിക്ക്, നിങ്ങളുടെ കാൽ വഴുതാൻ സമ്മതിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബലഹീനപ്പെട്ട് പുറകോട്ട് പോകാൻ ദൈവം അനുവദിക്കില്ല. നിങ്ങൾക്ക് ദൈവം ഒരു പ്രോജക്റ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു പദ്ധതി നൽകിയിട്ടുണ്ടെങ്കിൽ, ഇല്ല നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ ഒരു പുതിയ തുടക്കം, ഒരു യാത്ര, ഒരു പർച്ചേസ്, ഏതെങ്കിലും തരത്തിലുള്ള ക്രയവിക്രയം, പരിശുദ്ധാത്മാവ് അല്ല നിങ്ങൾക്ക് അതിനകത്തൊരു താല്പര്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഭയപ്പെട്ട് പുറകോട്ട് പോകണ്ട, ഭയപ്പെടണ്ട, ധൈര്യമായി മുൻപോട്ട് പോവുക. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ. ചിലരൊക്കെ പകച്ചു നിൽക്കുക, അറച്ചു നിൽക്കുക, ഭയപ്പെട്ട് നിൽക്കുക. ആത്മീയ കർത്താവ് പറയുന്ന വചനം അനുസരിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക, യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുക. ഇതൊക്കെ റിസ്ക് ഉള്ള കാര്യമല്ലേ? എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. നോ, കർത്താവ് എന്നെ സഹായിക്കും. എൻ്റെ കൈ കർത്താവ് പിടിക്കുന്നുണ്ട്, അവനോട് കൂടെ ഉണ്ട്, അവൻ എന്നെ ഒരിക്കലും കൈവിടുകയില്ല. കർത്താവിന് ഉറച്ചു നിന്നോണം കേട്ടോ. ഞാൻ പറയാം, ഈ കർത്താവിനെ പിണക്കിയിട്ടോ കർത്താവിനെ അവിശ്വസിച്ചിട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. നമുക്കൊന്നേ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാം, ഇല്ലേ പുറകോട്ട് പോകാം. മുന്നോട്ട് പോകണമെങ്കിൽ ആത്മാവിന്റെ ബലം വേണം. മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവ് കാരം പിടിക്കണം. ഹല്ലേലൂയ! കർത്താവ് പറഞ്ഞില്ലേ, ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഇവിടെ തന്നെ കാത്തിരുന്നോണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിക്കും, ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ! ആത്മാവിന്റെ ശക്തി വന്നു കഴിയുമ്പോൾ നിങ്ങൾ അങ്ങ് പോകും മുന്നോട്ട്. ആമേൻ. നിങ്ങൾക്ക് ഇന്ന് ശക്തിയില്ലെങ്കിൽ, ധൈര്യമില്ലെങ്കിൽ, ബലമില്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരും. കാത്തിരുന്നാൽ മതി, കാത്തിരുന്നാൽ മതി, പുറകോട്ട് പോകരുത്. കാത്തിരുന്ന ശക്തി തരും, നിങ്ങൾ മുൻപോട്ട് പോകും. ഹല്ലേലൂയ! യൂദായുടെ ലേഖനം 24 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ദൈവം നിങ്ങളെ നിർത്തും. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കും. വീഴാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ! ദൈവം നിർത്തും. ഹല്ലേലൂയ! നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവയെല്ലാം യഹോവനെ വിടുവിക്കും. വീണാലും നിലംപരിചാകയില്ല. ആമേൻ. ദൈവം നിർത്തും, ദൈവം നിർത്തും. ഹല്ലേലൂയ! 119 സങ്കീർത്തനം 165 വാക്യം, നിന്റെ ന്യായപ്രമാണത്തോട് എനിക്ക് പ്രിയമുള്ളത് കൊണ്ട് എനിക്ക് മഹാസമാധാനമുണ്ട്, വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. വീഴാൻ സമ്മതിക്കുകയില്ല ഈ വചനത്തെ ഇഷ്ടപ്പെട്ടാൽ. ഹല്ലേലൂയ! ആമേൻ. 37 സങ്കീർത്തനം 24 വാക്യം, അവൻ വീണാലും യഹോവനെ കൈപിടിച്ച് താങ്ങും. അതെ, ഹല്ലേലൂയ! നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. അനർത്ഥങ്ങളിൽ നിന്നും പ്രതിസന്ധികളും ദൈവം വിടുവിക്കും. അവൻ കാലുകളെ സൂക്ഷിക്കും. ധൈര്യമായി മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ തിങ്കളാഴ്ച ദൈവശബ്ദം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാൽ വഴുതാൻ അനുവദിക്കാതെ ഉറച്ചു നിന്നിട്ട് കർത്താവെ, അവിടുന്ന് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വിശ്വാസത്താൽ പറഞ്ഞ് പ്രാപിച്ച് മുന്നോട്ട് ഓടുവാൻ എൻ്റെ മക്കളെ സഹായിക്കണം. കാലേബിന് ബലം കൊടുത്തതുപോലെ, യോശുവയ്ക്ക് ധൈര്യം കൊടുത്തതുപോലെ, പൗലോസിനെ ബലപ്പെടുത്തിയതുപോലെ കർത്താവെ, നിന്റെ മക്കളെ ബലപ്പെടുത്തി മുന്നോട്ട് നയിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ സകല കണികളെ ഒഴിഞ്ഞു പോയിട്ട് കർത്താവെ, കാൽ ഉറപ്പിച്ചു നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇളക്കിക്കളയുന്ന തളർത്തിക്കളയുന്ന ശക്തികൾ മാറിപ്പോകട്ടെ, ഉറച്ചു നിൽക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കാൽ വഴുതാൻ സമ്മതിക്കില്ല, വീഴാൻ അവൻ സമ്മതിക്കില്ല. കർത്താവ് ഉറപ്പിച്ചു നിർത്തും. മുന്നോട്ട് പോവുക. ആമേൻ. ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗാഡ് ബ്ലസ് യു. ഹാവ് എ പവർഫുൾ ഡേ.